ഹലോ മക്കളെ, അപ്പൊ എന്തായി എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? 19-ാം തീയതിയാണ് നമുക്ക് എക്സാം വരുന്നത്. ഓൾറെഡി നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സും ചാപ്റ്റർ വൈസും ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്നും 5 മാർക്കിന് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാനായിട്ട് വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരുന്നത്. എന്തായാലും നിങ്ങളിത് പഠിക്കാം. ചിലപ്പോൾ നമ്മൾ ഈ 5 മാർക്കിന് കാണുന്ന ക്വസ്റ്റ്യൻസ് 8 മാർക്കിനും ചോദിക്കാം. അപ്പൊ 5 മാർക്കിനും 8 മാർക്കിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ചിലപ്പോൾ അത് ഷോർട്ട് എസ്സേ ആയിരിക്കാം, ചിലപ്പോൾ ലോങ് എസ്സേയിലായിരിക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ചാപ്റ്ററിലെയും. എല്ലാ ചാപ്റ്ററിലും ഉണ്ടാകണമെന്നില്ല, ഉള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണോ അത് ഞാൻ പറഞ്ഞുതരും. ആ ടോപ്പിക്സുകൾ നിങ്ങൾ പഠിക്കണം. മൈക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, ആ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ബൈ ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് എക്കണോമിക് പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, എക്കണോമിക് പ്രോബ്ലംസിനെ പറ്റി ആയിരിക്കും ഒരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ്. നോർമലി 5 മാർക്കിന് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിക്കാറില്ല. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആ ഒരു മൈക്രോ എക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 8 മാർക്ക് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മരിയ മിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. പ്രധാനപ്പെട്ടതാണ് പ്രൈസ് ഇലാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. പ്രൈസ് ഇലാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ഇലാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. കൂടാതെ തന്നെ പ്രോബ്ലംസ് ചെയ്യാൻ ചോദിക്കും. പെർസെൻറ്റേജ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടും ചോദിക്കും. ദെൻ 5 മാർക്കിന് ചോദിക്കും. 8 മാർക്കിന് ചോദിച്ചില്ല എങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്നതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം, ബഡ്ജറ്റ് ലൈന്, സ്ലോപ്പ് ഒക്കെ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ടും എക്സാമിന് ചോദിക്കും. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും 5 മാർക്കിന് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അടുത്ത ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മുടെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ ഒന്നാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. നല്ല വെയിറ്റേജ് വരുന്നതാണ്. എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പൊ എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കോസ്റ്റ് ഷെഡ്യൂളിന്റെ കാര്യങ്ങൾ. അതായത് നമ്മുടെ TC, TFC, TVC, AFC, AVC അങ്ങനെയുള്ള പ്രോബ്ലംസ് ടേബിൾ ഫില്ല് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ ഒരു ടേബിള് 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 5 മാർക്കിനും ചോദിക്കാം. ഓക്കെ, 5 മാർക്കിനും. അപ്പൊ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. അപ്പൊ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് എക്സാമിന് ചോദിക്കും. ഓക്കെ, അതല്ല എങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് AP, MP, TPയുടെ ടേബിൾ ഫില്ല് ചെയ്യാനും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയും ചോദിക്കും. ഓക്കെ, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനും അതുപോലെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും ചോദിക്കും. ഓക്കെ, 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ. ഷോർട്ട് റണ്ണിലെ ലോ ആണ്. അത് വിത്ത് ഡയഗ്രാം വരയ്ക്കാനാണ്. ഡയഗ്രത്തിന്റെ ഹെൽപ്പോട് കൂടി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എക്സാമിന് ചോദിക്കും. ഓക്കെ, അടുത്തത് 4ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് അണ്ടർ ഷോർട്ട് റൺ വിത്ത് ഗ്രാഫ്. ഷോർട്ട് റണ്ണിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഫേമിന്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ കണ്ടീഷൻസ് ഉണ്ട്. ഇത് ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. ഓക്കെ, 3 കണ്ടീഷൻസ് ഉണ്ട് ഷോർട്ട് റണ്ണിൽ. MC = MR, MC നോൺ ഡിക്രീസിങ് ആയിരിക്കണമെന്നും അതുപോലെ പ്രൈസും ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൈസ് ഗ്രേറ്റർ ആയിരിക്കണം എന്ന 3 കണ്ടീഷൻസ് ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് പ്രതീക്ഷിക്കാം. അതുപോലെ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ സപ്ലൈ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, 4 ഫാക്ടേഴ്സ്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും ഇൻപുട്ട് പ്രൈസും യൂണിറ്റ് ടാക്സും. ഓക്കെ, അതൊക്കെ ആ 4 പോയിന്റ്സ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ആണ്. ഓക്കെ, ഈ 4 പോയിന്റ്സ് അപ്പം ഓരോ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ, ഈ 4 കാര്യങ്ങൾക്ക് ചേഞ്ചസ് സംഭവിക്കുമ്പോൾ ഈ ഫേമിന്റെ സപ്ലൈ കർവിന് എന്ത് മാറ്റം വരും, സപ്ലൈ കർവ് എങ്ങോട്ട് മൂവ് ചെയ്യും, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് നിങ്ങളുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ മൂവ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ്. ഓക്കെ, ഡിമാൻഡ് കർവിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസിങ് തുടങ്ങിയ ഷിഫ്റ്റ് മൂവ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ കൺസ്യൂമർ ബിഹേവിയറിൽ നിന്ന് 5 മാർക്കിന് ചോദിക്കാം. മാർക്കറ്റ് ഇക്വിലിബ്രിയം ചാപ്റ്ററിലേക്ക് വരുമ്പം പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും തമ്മിലുള്ള ഡിഫറൻസ്. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ പ്രൈസ് സീലിംഗ് അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോറിനെ ഡയഗ്രാം യൂസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ദെൻ
ഡിമാൻഡ് കർവിന്റെ ഷിഫ്റ്റിനെ പറ്റി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി നമ്മുടെ മാക്രോ എക്കണോമിക്സിലേക്ക് പോയി കഴിയുമ്പോൾ മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നോർമലി ചോദിക്കുന്നതല്ല, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ 1929, അതല്ലെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സിനെ പറ്റി ഒരു ഷോർട്ട് എസ്സേ എഴുതാനായിട്ട് എക്സാമിൽ ചോദിക്കും. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രധാനമായിട്ടും ഷോർട്ട് എസ്സേയിൽ അല്ലെങ്കിൽ ലോങ് എക്സേയിലൊക്കെ ചോദിക്കുന്നത്. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. 3 മെത്തേഡ് ഉണ്ട്: പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ മെത്തേഡുകളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡോ അല്ലെങ്കിൽ 2 മെത്തേഡോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 5 മാർക്കിന് ചോദിക്കും. ഓക്കെ, ഇനി നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് ചാപ്റ്ററിലേക്ക് പോയി കഴിയുമ്പം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് RBIയുടെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മണിയുടെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫംഗ്ഷൻസ് ഏതെങ്കിലും 4 എണ്ണം പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ടൂൾസ് ടു കൺട്രോൾ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന ടൂൾസ്, ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് പഠിക്കണം. ഡിമാൻഡ് ഫോർ മണി, മണിയുടെ ഡിമാൻഡ്, ട്രാൻസാക്ട് ഡിമാൻഡ് ഫോർ മണി, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണീനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിച്ചിരിക്കണം. 5 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ചാപ്റ്ററിൽ നിന്ന് APC, APS, MPS, MPC അല്ലെ, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ, പ്രൊപ്പൻസിറ്റി ടു സേവ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, കൺസ്യൂമർ, ഇതിനെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട്, ഇതിന്റെ ഇക്വേഷൻ പഠിക്കണം, ഇതിന്റെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ടോ ഇവരെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടോ ചോദിക്കും. അതല്ലെങ്കിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കോമ്പോണൻസ് ആയിട്ട് ചോദിക്കും. ഈ 5 മാർക്കിന്റെ ക്വസ്റ്റിന് AB പാർട്ടുകളായിട്ട് ചോദിക്കാം. അവിടെ കോമ്പോണൻസ് ഓഫ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്ലയറിന്റെ ഒരു പ്രോബ്ലം ചോദിക്കാം കേട്ടോ, മൾട്ടിപ്ലയറിന്റെ ഒരു പ്രോബ്ലം ചോദിക്കാം. ഇനി നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോയി കഴിയുമ്പോൾ ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമിയാണ് നിങ്ങൾക്കുള്ളത്. ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമിയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റിനും ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് കോമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ കോമ്പോണൻസ്, ബഡ്ജറ്റ് 2: ക്യാപിറ്റൽ ബഡ്ജറ്റ്, റവന്യൂ ബഡ്ജറ്റ് ക്ലാസിഫിക്കേഷൻ, റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒന്നെങ്കിൽ ആ ചാർട്ട് ഫില്ല് ചെയ്യാൻ വരും, ചാർട്ട് ഫില്ല് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ പേരുകൾ എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഡിഫറൻസ് ചോദിച്ചൊക്കെ, അല്ലെങ്കിൽ എക്സാമ്പിൾസ് എഴുതാനായിട്ട് കോമ്പോണൻസിനെ പറ്റി ഷുവർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നീട് ചോദിക്കുന്നതാണ് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഒബ്ജക്റ്റീവ്, അലോക്കേഷൻ ഫംഗ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ, റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. ലാസ്റ്റ് ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്, ഓപ്പൺ എക്കണോമി. എല്ലാവർക്കും ഡൗട്ടാണ് ഈ ചാപ്റ്റർ എക്സാമിന് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റിനെ പറ്റിയുള്ളതാണ്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റിന്റെ മെത്തേഡ്സ്, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ടല്ലോ, ഈ 3 മെത്തേഡ്സിനെ പറ്റി എക്സാമിന് ചോദിക്കും 5 മാർക്കിന്. അപ്പൊ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിലും കുറേ ടോപ്പിക് ഉണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇത് 8 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. ഈ ടോപ്പിക്സ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവാ. ഈ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും എഴുതാം, 8 മാർക്ക് ആണെങ്കിലും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഈ ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടോപ്പിക്സ് വീഡിയോസും ചാപ്റ്റർ വൈസും വൺ ഷോട്ട് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോവുക. എല്ലാവർക്കും എക്സാം നല്ലതായിരിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.